എന്നെ അടിക്കാനായിട്ട് വന്നായിരുന്നു. ഞാൻ പറഞ്ഞു എന്നെ അടിച്ചാൽ ഇപ്പൊ പോലീസിനെ വിളിക്കുമെന്ന് പറഞ്ഞു. ക്യാമറ ഓണാണോ? എന്റെ ദേഹത്ത് തൊട്ടാ ഞാൻ പോലീസിനെ വിളിക്കാം. അഹാനയുടെ വല്യമ്മ എന്ന് പറയുന്ന ഒരാളാണ് ഈ പറയുന്നത്. വല്യപ്പനോട് താമസിക്കുന്നുണ്ട്. അഹാന കിത്ന ഹേ ബായ്. അപ്പൊ ഈ പുള്ളിക്കാരി ഈ വല്യമ്മയ്ക്ക് ഫ്രൂട്ട്സ് മേടിച്ച് കൊടുത്ത്, വല്യപ്പന് ഫ്രൂട്ട്സ് മേടിച്ച് കൊടുത്ത് വിട്ടിട്ട് മേടിക്കാൻ ചെല്ലുന്ന പയ്യനോട് പറയും അത്രയും ഫ്രൂട്ട്സ് മേടിക്കാൻ അവന് മേടിക്കാണ്ട് മേടിക്കുക എന്ത് പരിപാടി നടത്തില്ല. പയ്യനോട് പ്രത്യേകം പറയും ഒന്ന് മേടിച്ചു കൊടുത്തിട്ട് ഇത് ആ വല്യമ്മ തിന്നരുതെന്ന് പറയണമെന്ന്. വല്യപ്പ മാത്രമേ തിന്നാവൂ എന്നൊക്കെ പറയുക. അലെന്ന് പറഞ്ഞ പയ്യനെ കൊടുത്തുവിടും അങ്ങനെയൊക്കെ. പിന്നെ ഈ വല്യമ്മയെ മെന്റലി ഹരാസ് ചെയ്യുന്നതിനെ പറ്റിയും കല്യാണത്തിന് വരരുത്, അല്ലെ വീട്ടിൽ വരരുത്. ഞാൻ പറഞ്ഞെന്ന് പറയണം, ആ സ്ത്രീ ഇതൊന്നും എടുക്കാൻ പാടില്ല. എന്റെ കല്യാണത്തിന് ഞാൻ നിന്നെ വിളിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ അഹാന എന്ന് പറഞ്ഞ ആ ഒരാൾക്ക് ഈ പറഞ്ഞ വല്യമ്മയോട് പ്രത്യേക ഒരു വിരോധം. ഇത് കേൾക്കുമ്പോൾ എല്ലാവരും എന്താ വിചാരിക്കുക, എന്തൊരു ഫാമിലിയാ അത് അല്ലേ? നേരത്തെ ഇങ്ങനെയല്ല ഫാമിലിയെ പറ്റി വിചാരിച്ചുകൊണ്ടിരുന്നത്. ഭയങ്കര നല്ല ഫാമിലിയാണ്. ഇവരിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പ്രശ്നം ഉണ്ടാവാറുണ്ട്. ഇവരുടെ ഒരു പ്രശ്നമായിരുന്നു മറ്റേ കണക്ക് തെറ്റിക്കൽ. കുറച്ച് പിള്ളേർ അവിടെ നിന്ന് ജോലി ചെയ്തിട്ട് അവർ പൈസ അടിച്ചുകൊണ്ട് പോവുകയെന്ന് ഓർണമെന്റ്സിൻ്റെ ഒരു കടയുണ്ടായിരുന്നു ഇവളുടെ ചേച്ചിക്ക്. അത് എങ്ങും കേട്ടിട്ടില്ലാത്ത പോലത്തെ കുറെ മാനേജ്മെന്റ് സ്ട്രാറ്റജീസ് ആൻഡ് ടെക്നിക്സ് ആൻഡ് സ്ട്രാറ്റജി സെലിബ്രിറ്റി സ്ട്രാറ്റജി ഇതൊക്കെ ഉണ്ടാകുന്ന പരിപാടിയൊക്കെ കേട്ടാന്നല്ലോ. അന്ന് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇവർ പറയുന്നതിന് പരസ്പര ബന്ധമൊന്നുമില്ല. ഇവർ വെറുതെ എന്തൊക്കെയോ പറയുവാണ്. ഇങ്ങനെയല്ല ഇത് മാനേജ് ചെയ്യേണ്ടത്. വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടല്ലോ ഇതിനകത്തുള്ള പോരായ്മകൾ, അല്ലെങ്കിൽ ഇതിനകത്തൊരു തട്ടിപ്പ്. ഇത് രണ്ടിലേതോ ഒന്നാണ്. എന്ത് വേണേലായിക്കോട്ടെ, അത് അന്ന് കഴിഞ്ഞു പോയി. പിന്നെ അവർ അതിൻ്റെ കാര്യങ്ങളൊക്കെ, അവരുടെ ഫിനാൻഷ്യൽ കാര്യങ്ങളൊക്കെ അവർ ശരിയാക്കി എടുത്തു കാണും. പക്ഷേ ഇത് വേറൊരു സൈഡിലാണ് നടക്കുന്നത്. ഇതൊരു വേറൊരു പ്രോഗ്രാമാണ്. ഇതെന്ന് പറയുന്നത് പെട്ടെന്ന് ഇങ്ങനെ ഇരിപ്പി മനസ്സിലാക്കുകയാണ്. ഇവരുടെ ഈ പറയുന്ന മനുഷ്യർക്ക് തമ്മിലുള്ള മാനുഷികമായ പരിഗണനകൾക്കപ്പുറത്ത് നിന്നും മാമലകൾക്കപ്പുറത്ത് നിന്നും മാമലകൾക്കപ്പുറത്ത് മരതക പട്ടെടുത്ത് മലയാളം എന്നൊരു നാടുണ്ട്. ആ നാട്ടിലാണ് ഈ പറയുന്ന പോലെ മനുഷ്യത്വരഹിതമായ രീതിയിൽ സ്വന്തം മാതാവിൻ്റെ പിതാവ്, അതായത് എന്താ പറയുക, മുത്തശ്ശിയോ സ്വന്തം ഗ്രാൻഡ് മദറിനോട്, അതിനെന്താ മലയാളത്തിൽ പറയുന്നത് ഗ്രാൻഡ് മദർ എന്നൊക്കെ പറയും, എനിക്കറിയത്തില്ല. ഞാൻ ഇംഗ്ലീഷ് മീഡിയം ആയതുകൊണ്ടേ പലതും എനിക്ക് കിട്ടത്തില്ല. ഇപ്പം 99 എത്രയാണെന്ന് പെട്ടെന്ന് പറയാൻ പറ്റത്തില്ല. 90 പ്രശ്നമാണ്. അമ്മ. അപ്പോൾ ഈ പറഞ്ഞ രീതിയിലുള്ള ആളോട് വളരെ പ്രായമായി വീട്ടിലൊക്കെ ഇരിക്കുന്നവരെ ചെന്ന് ചൊറിയേണ്ട ആവശ്യം എന്താണ്? ഒന്ന് ആലോചിച്ച് നോക്കുക. ഇവർക്ക് കുട്ടിക്കാലത്ത് ഇവരിൽ നിന്ന് എന്തെങ്കിലും മോശപ്പെട്ട അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അതിനെപ്പറ്റി നമുക്കിനി വിശദമായ തുറന്നു പറച്ചിലുകൾ ആവശ്യമാണ്. അഹാന എന്താണ് പറയുന്നത് കാത്തിരിക്കുകയാണ് സൈബർ ലോകം. അഹാനയുടെ അടുത്ത വീഡിയോയിൽ അറിയാൻ പറ്റുമെന്നാണ് ഓരോ മലയാളിയും ഓരോ കുടുംബങ്ങളും കാത്തിരിക്കുകയാണ്. അഹാന ഇനി എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി. കുട്ടിക്കാലത്ത് ഈ അമ്മയിൽ നിന്നും എനിക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. അവർ എന്നെ ഇങ്ങനെ തിക്താനുഭവങ്ങൾ, ഞങ്ങൾ 4 മക്കളായിരുന്നു. എൻ്റെ ചേച്ചിയും ഇവർ വളരെ മോശമായിട്ടാണ് ട്രീറ്റ് ചെയ്തത്. പക്ഷേ ഏറ്റവും അനിയത്തിയോട് ഇവർക്ക് പ്രത്യേക താല്പര്യം ഉണ്ടായിരുന്നു. എന്നിട്ട് ഇവർ ഞങ്ങൾക്ക് പലപ്പോഴും ഇതുപോലെ ഓറഞ്ചും ആപ്പിളും തരില്ലായിരുന്നു. അങ്ങനെ അമ്മ ഞങ്ങൾക്ക് വേറെ ആപ്പിൾ തരുമായിരുന്നു. അങ്ങനെയാണോ? അങ്ങനെയൊക്കെ പറയണം. അതാണല്ലോ അതിൻ്റെ കാരണം അല്ലേ? അല്ലാതെ എന്ത് കാരണം? അല്ലെങ്കിൽ പ്രശ്നമാണ്. അത് വേറെ. അത് പക്ഷെ അവിടെ 4 പെൺപിള്ളേർ, അതുകൊണ്ട് പേടിക്കണ്ട. മീൻ പൊരിച്ചത് കിട്ടുന്നതിനകത്ത് വലിയ വ്യത്യാസമൊന്നുമില്ല. ഈ അപ്പനെടുത്ത് തിന്നാലേ ഉള്ളൂ. അപ്പൻ അടിപൊളി അപ്പനാ, പാവ മനുഷ്യനാന്ന് എല്ലാരും പറയുന്നത്. പക്ഷെ ഇതായിപ്പോയി, സംഖ്യയായിപ്പോയി, ചാണകമായിപ്പോയി. നീയും ചാണകം ഞാനും ചാണകം എന്നൊക്കെ പറയുന്ന അവിടെ മോളും അമ്മയൊക്കെ അല്ലേ. അവിടെ ഇതൊക്കെ സംഭവിക്കും. ഒരു പ്രശ്നമില്ല. കൂൾ. ഇതൊക്കെ അവിടെയൊക്കെയല്ലേ സംഭവിക്കേണ്ടത്. കൊച്ചു വന്നിട്ട് ഒന്ന് ആലോചിച്ചു, ഈ കൊച്ചിനൊക്കെ എന്തോരം പ്രായമായി. അതുപോലെ തന്നെ എക്സ്പോഷർ എന്തോരം ഉണ്ടെന്നാണ് നമ്മൾ വിചാരിച്ചത് കണ്ടവരൊക്കെ. ഒന്ന് ആലോചിച്ച് നോക്കിയിടൂ. ഇവർ പലയിടത്തും പോകുന്നുണ്ട്, ഒരുപാട് പേരോട് ഇടപെടുന്നുണ്ട്. എന്നിട്ട് പോലും ഈ ഒരു സാധനം അവിടെ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ അതിന് സമയം വേണ്ടേ? ഇതൊക്കെ എങ്ങനെ തലേ വെച്ചോണ്ടിരുന്നു ഇത്ര നാളും?
അതൊരു പ്രശ്നമാണ് കേട്ടോ. ഇവിടെ ഉള്ള പലർക്കും വലിയ പ്രശ്നങ്ങളില്ലാത്ത ആളുകളുടെ ഒരു പ്രത്യേകത ഇത്. വേറെന്തോ പ്രശ്നമുണ്ട്. ആ പ്രശ്നവും അല്ല, ഈ പ്രശ്നവും അല്ല, വേറെന്തോ പ്രശ്നമുണ്ടെന്നാണ് ക്യാമറയുടെ പുറകിൽ നിൽക്കുന്ന സുഹൃത്ത് പറയുന്നത്. അപ്പോൾ ആ പ്രശ്നം എന്താണെന്നുള്ളത് ഇനി അഹാനയുടെ വീഡിയോ വന്നാലേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. കേരളം ഉറ്റുനോക്കുകയാണ്. കേരളത്തിൽ അറിയണമെന്ന് ആഗ്രഹമുണ്ട്. ഈ കുടുംബത്തിൽ എന്താണ് നടക്കുന്നത്, ഈ വല്യമ്മയ്ക്ക് എന്താണ്, ഈ അഹാനയ്ക്ക് എന്താണ് എന്നൊക്കെ അറിയാൻ കേരളത്തിന് അതിയായ താല്പര്യമുണ്ട്. അപ്പോൾ അഹാന എത്രയും പെട്ടെന്ന് ഇതിന് റിപ്ലൈ വീഡിയോ ഉണ്ട്. വല്യമ്മ എന്താണ് വീഡിയോ ഇട്ടിട്ടുണ്ട്. വല്യമ്മ വൈറലാകാൻ വന്നേക്കുക. ഈ കഴിഞ്ഞിടയ്ക്കായിട്ട് വല്യമ്മമാർ വൈറലാകുന്ന സീൻ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട്. ഒരു വല്യമ്മ റോഡിൽ കൂടെ ഇറങ്ങിയുള്ള ഫുട്പാത്തിൽ കൂടെ പോയ ബൈക്കൊക്കെ പിടിച്ചത് കണ്ട് അപ്പോൾ തന്നെ വൈറലാണോ എന്ന് നോക്കി വെച്ചിരുന്ന വല്യമ്മ ആവാൻ ചാൻസ് ഉണ്ട്. ഇവർ വൈറലാവാൻ വേണ്ടിയിട്ട് ചെയ്തായിരിക്കും ചിലപ്പോൾ. ഇവിടെ അങ്ങനെയാണല്ലോ സ്ത്രീകൾ പലരും. വല്യമ്മയുടെ ചാനൽ മിക്കവാറും വരും. ഇവിടെമാരെല്ലാം പൂട്ടിക്കുകയും ചെയ്യും വല്യമ്മ. നീയൊക്കെ കുറെ നാളായിരുന്നു ഇവിടെ കിടന്ന് വലസുന്നു. അതാണോ വല്യമ്മയുടെ പ്ലാൻ? ഉണ്ടാക്കിയ കുടുംബം ഇവരായിരിക്കും. റെക്കോർഡ് നേടാൻ തോന്നുന്നു. അമ്മയ്ക്ക് ചാനല്, അപ്പന് ചാനല്, മക്കൾക്ക് ചാനൽ, ഇപ്പൊ വല്യമ്മയ്ക്കും ചാനൽ ഇവരെയാണ്. വല്യപ്പനെ ഇവരെ കണ്ടിട്ടില്ല. വല്യപ്പനടുത്ത പ്രശ്നം ഉണ്ടാക്കുമ്പോൾ വല്യപ്പനെ കാണാം. എന്നാ സൂപ്പർ എന്റർടൈൻമെന്റ് ആയിരിക്കും അല്ലേ, ഫാമിലി എന്റർടൈൻമെന്റ് അല്ലേ. പക്ഷെ അഹാന ശ്രദ്ധിക്കണം. അഹാന ഇത് ശരിക്കും ചെയ്തതാണെങ്കിൽ അഹാന ഉറപ്പായിട്ടും ഇത് സീരിയസ് ആയിട്ട് എടുക്കണം. എന്നിട്ട് അഹാന കൺസൾട്ട് ചെയ്യേണ്ട ആളുകളെ കൺസൾട്ട് ചെയ്യണം. കാരണം ഇതൊരു പ്രശ്നമാണ്. ഇനി അത് പഴയ പ്രശ്നമാണേലും പുതിയ പ്രശ്നമാണേലും ഇത്രയും നാളുണ്ടായിരുന്ന പ്രശ്നമാണെങ്കിലും ഈ ടൈപ്പ് ആക്ഷൻ ഈ പ്രായത്തിലെടുക്കുന്നത്, അവരുടെ പ്രായമൊക്കെ കഴിഞ്ഞാൽ അത് ഇനി അന്ധകാലത്ത് അവരുടെ ഇതേ പ്രായത്തിലാണ് ഈ പ്രശ്നം ഉണ്ടായെങ്കിൽ പോലും അതത്ര നല്ലതല്ലെന്ന് അഹാനയ്ക്ക് മനസ്സിലായില്ലേ. അതുകൊണ്ടാണല്ലോ അഹാന ഈ തിരിച്ചൊക്കെ ഇത് കാണിക്കുന്നത്. അപ്പം അത് അഹാന കാണിക്കരുത്, മനസ്സിലായോ? അത് അഹാനം കാണിക്കുന്നുണ്ടെങ്കിൽ അതൊരു പാറ്റേൺ റിപ്പീറ്റ് ചെയ്യുന്നതാണ് കാണുന്നത്. ആ റിപ്പീറ്റ് ആവാതെ അതിനെ നമ്മൾ മറ്റേ ഗ്രാഫില്ലേ, അവരുടെ ഗ്രാഫ് ഇങ്ങനെ കയറിയതിൻ്റെ ബുദ്ധിമുട്ട് അഹാന ഇവിടെ കിടന്ന് കയറ്റി ഇറക്കി കാണിക്കേണ്ട ആവശ്യമില്ല. അഹാനയുടേതായ ട്രാക്കിൽ പോയാൽ മതി. കാരണം അത് അഹാനയ്ക്കും ദോഷമുള്ളൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം കണ്ടില്ലേ, അത് അലമ്പായത് കണ്ടോ? ഇത് ഇനി അലമ്പാക്കണോ? ഒന്ന് ആലോചിച്ച് നോക്കുക. അത് ജസ്റ്റ് ഇഗ്നോറാണ്. ആ സാധനം ക്യാൻസലാണ്. നമുക്ക് ആ സാധനം വരുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞൊഴിവാക്കുക. ചെയ്യാനൊന്നും നിൽക്കണ്ട, അവരെ അറിയിക്കാൻ നിൽക്കണ്ട. മനസ്സിലായോ? ഇതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ, ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലിസ്ണർ അജു എന്ന് പറയുന്നൊരു പ്രൊഫൈലുണ്ട് എനിക്ക്. അതുപോലെ തന്നെ റെൻഡേ ഫ്രണ്ട് എന്ന് പറയുന്ന സാധനം ഇപ്പം ഭയങ്കര വൈറലായി. ഏതൊരു പെണ്ണ് ഒരുത്തിനെ റെൻഡേ ഫ്രണ്ടും വിളിച്ചുകൊണ്ട് പോയിട്ട് 2000 രൂപയ്ക്ക് ഡേ കൂടെ നടന്നു, ഷോപ്പിങ്ങിന് പോയെന്നൊക്കെ പറഞ്ഞാൽ അവൻ്റെ ഒരു പെർഫോമൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പോരാ. അതേസമയം എനിക്ക് റെൻഡേ ഫ്രണ്ട് ഉണ്ടാകും. ഞാൻ എത്ര നാളായിട്ട് പ്രൊഫൈൽ ഇട്ടേക്കുന്നു. ലിസ്ണർ അജുവും സംസാരിച്ച് ഒരുപാട് പേരുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നുണ്ട്. ഇതുപോലത്തെ ഇഷ്യൂ വരുമ്പോൾ നിങ്ങൾ ജസ്റ്റ് കോണ്ടാക്ട്. പിന്നെ റെൻഡേ ഫ്രണ്ട് എന്ന് പറയുന്നത് എനിക്ക് വന്ന ഫ്രണ്ട്സൊക്കെ കുറച്ച് സൈക്യാട്രിക് ഇഷ്യൂസൊക്കെ ഉള്ളവരായിരുന്നു. അവർ സോഷ്യലൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണ്. 1-2 പേരെയൊക്കെ അറ്റൻഡ് ചെയ്തു. ഒരാളോട് ഉണ്ട് ഇനി കാണണം, അയാളെ ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിലോ റെൻഡേ ഫ്രണ്ട്, ഇപ്പോൾ സ്ത്രീകളെയാണ് എനിക്ക് എൻ്റർടൈൻ ചെയ്യാൻ താല്പര്യം, പുരുഷന്മാരെ അത്രയ്ക്ക് അങ്ങനെ എൻ്റർടൈൻ ചെയ്യാൻ ഇഷ്ടമല്ല. അങ്ങനെ ആർക്കെങ്കിലും റെൻഡേ ഫ്രണ്ടോ മറ്റേ ഇതൊക്കെ വേണമെന്നുള്ള ഒരു മുറിക്കകത്ത് കയറുന്ന സീൻ ഇല്ലെന്നേ ഉള്ളൂ. ബാക്കി എല്ലായിടത്തും ഫ്രണ്ട് കാണും. ഇത് ഞാൻ എന്നേ ഇട്ടതാണ് ഈ പ്രൊഫൈലൊക്കെ. എന്നിട്ട് ഇവിടുത്തെ ഓരോ ചാനലുകാരൊക്കെ പറഞ്ഞേക്കുന്ന അവളെ കണ്ട് ഇട്ടു, ഇവളിട്ടു, റെൻഡേ ഫ്രണ്ട് ഉണ്ട്, അവൾ എഴുതാന്നൊക്കെ. കാമുകനെ അല്ല റെൻറ്റിന് എടുക്കുന്നത്, ഒരു ഫ്രണ്ട്. എ ഫ്രണ്ട് ഇൻ നീഡ് ഈസ് എ ഫ്രണ്ട് ഇൻ ഡീഡ്. പക്ഷെ ഇത് എന്ത് നീഡാന്ന് എനിക്കറിയത്തില്ല. ഹൂസ് നീഡ് ഈസ് ദിസ് ഡീഡ്? ഓ, വി ഡോണ്ട് ഹാവ് എ ഡീഡ് ബിക്കോസ് ഐ ഡോണ്ട് ഹാവ് എ നീഡ് അല്ലേ? അങ്ങനെ തമിഴിലാണ് ഹിറ്റ്. മറ്റേ ചിമ്പുൻ്റെ അപ്പൻ ഇങ്ങനെയൊക്കെ ഒന്ന് പറയും. അപ്പം ശരി, ബായ് ആന ടേക്ക് കെയർ, ഓക്കെ, ഇതിനി ആവർത്തിക്കരുത്, ഡോണ്ട് റിപ്പീറ്റ് ദിസ് അഗെയിൻ. ഇനി റിപ്പീറ്റ് അടിച്ചാ ഇങ്ങനെ ആയിരിക്കത്തില്ല ഞാൻ ഇടപെടുന്നത്. എന്നെ അറിയാമല്ലോ.